ഹലോ മക്കളെ, അപ്പൊ നമ്മള് പ്ലാറ്റ്യൂ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മള് രണ്ട് ഡിവിഷൻ പഠിച്ചു, പീഠഭൂമിയെ പറ്റി പഠിച്ചു, 2 ഡിവിഷൻ നമ്മള് പഠിച്ചു. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളെ പറ്റിയിട്ടാണ്. ക്രോസ് സെക്ഷൻ ഓഫ് ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനകത്ത് പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് അറേബ്യൻ സീ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, അറബിക്കടൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ കാണാൻ പറ്റുന്നുണ്ട്, വെസ്റ്റേൺ ഗട്ട്സ് അല്ലെ, വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, നേരെ ഇവിടെ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉണ്ട് അല്ലെ. അവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് വെസ്റ്റേൺ ഗട്ട്സ് താഴേക്ക് ഒരു സ്ലോപ്പ് അല്ലെ, ഒന്ന് ചെരിഞ്ഞിട്ട് താഴേക്ക് വന്നിട്ട് ഇവിടെ അത്ര ഹൈറ്റ് ഇല്ല, പക്ഷെ ഒരു ഈസ്റ്റേൺ ഗട്ട്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാൾ കാണാൻ പറ്റും അല്ലെ. നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് അപ്പം എന്തൊക്കെയാ വരുന്നത്? അറേബ്യൻ സീ വരുന്നുണ്ട്, വെസ്റ്റേൺ ഗട്ട്സ്, പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഈസ്റ്റേൺ ഗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിന്, ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. മലയാളത്തിലാണെങ്കിൽ അറബിക്കടൽ അല്ലെ, അറേബ്യൻ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കടല്, പടിഞ്ഞാറൻ തീരസമതലം, പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടമാണ്, ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വഘട്ടമാണ്, അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി, കിഴക്കൻ തീരസമതലം, ബംഗാൾ ഉൾക്കടൽ. നിങ്ങൾ ഈ ഒരു ചെരിവ് അല്ലെ, പശ്ചിമഘട്ടത്തിൽ നിന്നും പൂർവ്വഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ചെരിവും കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് പടിഞ്ഞാറ് ഭാഗം, ഇതാണ് കിഴക്ക് ഭാഗം, ശരിയല്ലേ? യെസ്. The general slope of the peninsular plateau is from west to east. അല്ലെ, നമ്മൾ കണ്ടു ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെ ജനറൽ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലെ, ഈ വെസ്റ്റ് ഈസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ഒരു സ്ലോപ്പ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഒരു ചരിവ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ്. ആൻഡ് the highest part in this plateau is the western ghats. ഈ പ്ലാറ്റ്യൂയില് ഇതിലെ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ് അല്ലെ, പശ്ചിമഘട്ടമാണ് അല്ലെ, നമുക്ക് ഈ പിക്ചറിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, പശ്ചിമഘട്ടമാണ് ഏറ്റവും ഉയർന്നതായിട്ടുള്ള ഭാഗം. And the western ghats is the major water divide in peninsular India. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നതും വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അപ്പൊ എന്താ വാട്ടർ ഡിവൈഡ് എന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കാം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം. ഓക്കെ, വിഭജിക്കുക എന്നല്ലേ ഡിവൈഡിന്റെ അർത്ഥം, അപ്പം ജലത്തിനെ വിഭജിക്കുന്ന അതാണ് വാട്ടർ ഡിവൈഡ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. The Western Ghats, the mountain ranges of the Central Highlands and the Aravalli ranges extending up to the Delhi Ridge divides the peninsular drainage into 3. Okay, പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന അരാവലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ആ 3 ഡിവിഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ പെനിൻസുലാർ റിവേഴ്സ് ഫ്ലോയിങ് ഈസ്റ്റ്വേർഡ്സ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ അല്ലെ, കിഴക്കോട്ടേക്ക് അല്ലെ, കിഴക്ക് ഭാഗം ബേ ഓഫ് ബംഗാൾ ഇവിടെയാണ് അല്ലെ, ഈ ബേ ഓഫ് ബംഗാളിലേക്ക് കിഴക്കോട്ടേക്ക് ഒഴുകിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികളുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ദ പെനിൻസുലാർ റിവേഴ്സ് ഫ്ലോയിങ് വെസ്റ്റ്വേർഡ്സ് ഇൻ ടു ദി അറേബ്യൻ സീ. ഓക്കെ, ഇവിടെ അറബിക്കടൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ അറേബ്യൻ സീ ഉണ്ട്. അപ്പം പടിഞ്ഞാറോട്ടേക്ക് ഒഴുകി അല്ലെ, വെസ്റ്റേണിലേക്ക് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകിയിട്ട് അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ. അപ്പൊ കുറച്ച് നദികൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകിയിട്ട് വെസ്റ്റ് ഓഫ് ബേ ഓഫ് ബംഗാളിൽ പോവും, ആൻഡ് കുറച്ച് നദികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയിട്ട് അറബിക്കടലിലേക്ക് പോകും. അത് രണ്ടാമത്തെ ടൈപ്പ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് റിവേഴ്സ് ദാറ്റ് ഫ്ലോ നോർത്ത്വേർഡ്സ് ടു ജോയിൻ യമുന ആൻഡ് ഗംഗ. ഓക്കെ, ഇനി മേലോട്ടേക്ക് അല്ലെ, കുറച്ച് നോർത്ത് വേർഡ് ആയിട്ട് ഒഴുകിയിട്ട് യമുനയിലും ഗംഗയിലും ചേർന്ന് അല്ലെ, വലിയ നദികളാണ് ഗംഗ യമുന നദികള്. അപ്പം ഇത് നദികൾ അങ്ങോട്ടേക്ക് ഒഴുകിയിട്ട് ഗംഗ യമുന നദികളിലേക്ക് അല്ലെ, വടക്കേക്ക് ഒഴുകിയിട്ട് അല്ലെ, വടക്കേക്ക് നോർത്തിലേക്ക് ഒഴുകിയിട്ട് ഗംഗ യമുന നദികളിലേക്ക് കുറച്ചെണ്ണം ബേ ഓഫ് ബംഗാളില്, കുറച്ചെണ്ണം ഇങ്ങോട്ടേക്ക് അറേബ്യൻ സീയില്, കുറച്ച് ഗംഗ യമുന നദികളിലേക്ക് നോർത്ത് പോർഷനിലേക്ക് ഒഴുകുന്ന നദികൾ. അങ്ങനെ 3ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പം നമ്മളിപ്പോ ഒരു വാട്ടർ ഡിവൈഡിനെ പറ്റി പറഞ്ഞു അല്ലെ. എന്താണ് വാട്ടർ ഡിവൈഡ് നമുക്ക് നോക്കാം. ബൗണ്ടറി ലൈൻ സെപ്പറേറ്റിംഗ് ടു വാട്ടർ ഷെഡ്സ് ഓർ ഡ്രൈനേജ് ബേസിൻസ് ഇസ് കോൾഡ് വാട്ടർ ഡിവൈഡ്. അപ്പം വാട്ടർ ഡിവൈഡ് അല്ലെങ്കിൽ ജലവിഭാജകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അല്ലെ. ഇവിടെ ഒരു നീർത്തടമുണ്ട് അല്ലെ, ഒരു ജലാശയമുണ്ട്, ഇവിടെ വേറൊരു ജലാശയമുണ്ട് അല്ലെങ്കിൽ നീർത്തടമുണ്ട്, അതിനെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യുക. ഈ രണ്ട് ജലത്തിന്റെ സോഴ്സസിനെ തമ്മിൽ ഒരു ഡിവിഷൻ വരുന്നു അല്ലെ, രണ്ടിനെയും കൂടി വേർതിരിക്കുന്നു. അതിനെയാണ് ജലവിഭാജകം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് വാട്ടർ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് നദീതടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് പറയുന്നു. So the boundary line separating two watersheds or drainage basin is called a water divide. ഓക്കെ, ഇനി വേറൊരു പേരുണ്ട്, കാച്ച്മെന്റ് ഏരിയ. എന്താന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വൃഷ്ടി പ്രദേശം. വൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയാണ് കേട്ടോ. ഓക്കെ, മഴയാണ് വൃഷ്ടി. സോ catchment area എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the defined area from where the water flows into a river is termed as catchment area of the river. ഓക്കെ, ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. അപ്പം വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നദിയുണ്ട്, ആ നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന ഭൂപ്രദേശമില്ലേ, ആ പ്രദേശത്തിനെയാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഇനി ഡ്രെയിനേജ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ഏരിയ ഫോംഡ് ബൈ എ റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് കോൾഡ് എ ഡ്രെയിനേജ് ബേസിൻ. അപ്പം ഒരു റിവർ, നദി, അതിന്റെ കുറെ ട്രിബ്യൂട്ടറീസ്, ആ ട്രിബ്യൂട്ടറീസ് ചേരുന്ന അതിനെയാണ് എന്ത് പറയാ? ഡ്രെയിനേജ് ബേസിൻ അല്ലെങ്കിൽ നീർത്തടം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖനെയാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. ഒരു നദിയും അതിന്റെ പോഷക നദികൾ അല്ലെ, അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? വാട്ടർ ഡിവൈഡ് അല്ലെങ്കിൽ ജലവിഭാജകം എന്ന് പറയാം. അപ്പൊ നമ്മൾ 3 ടേംസ് പഠിച്ചു. കാച്ച്മെന്റ് ഏരിയ പഠിച്ചു, ഡ്രെയിനേജ് ബേസിൻ പഠിച്ചു, വാട്ടർ ഡിവൈഡ് പഠിച്ചു, അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശം പഠിച്ചു, നീർത്തടം പഠിച്ചു, ജല വിഭാജകം പഠിച്ചു അല്ലെ. ഓക്കെ, ഇനി നമ്മള് അതിനകത്ത് ഫസ്റ്റത്തെ ടൈപ്പ് പഠിക്കുകയാണ്, ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് അല്ലെ. കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. കിഴക്കോട്ടേക്ക് ഒഴുകിയിട്ട് എങ്ങോട്ടേക്ക് പോകും? ബേ ഓഫ് ബംഗാളിലേക്ക് പോകും അല്ലെ. ഓക്കെ, ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് പോകും. സോ most of the east flowing peninsular rivers originate from the western Ghats. എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും ജന്മം എടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ഓക്കെ, അപ്പം ഇവിടെയാണ് പശ്ചിമഘട്ടം വരുന്നത്, ഇവിടെയാണ് പൂർവ്വഘട്ടം വരുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിൽ ഉൾക്കൊള്ളിട്ട് എന്ത് ചെയ്യും? കിഴക്കോട്ടേക്ക് ഒഴുകിയിട്ട് ബേ ഓഫ് ബംഗാളിലേക്കാണ് കൂടുതൽ നദികൾ അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, the rivers Mahanadi, Godavari, Krishna and Kaveri and their tributaries cut across the peninsular plateau and flows eastwards through the eastern coastal plain to join the Bay of Bengal. ഏതൊക്കെ നദികളാ പോകുന്നതെന്ന് നോക്കിക്കേ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്ക് ദിശയിൽ ഒഴുകി കിഴക്കൻ തീര സമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നത്. അപ്പം മഹാനദി, ഗോദാവരി ഒക്കെ ഈ നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപദ്വീപീയ പീഠഭൂമി ഉണ്ട്, ആ ഉപദ്വീപീയ പീഠഭൂമിനെ കീറി മുറിച്ചിട്ട് അല്ലെ അതിന്റെ ഉള്ളിൽ കൂടെ കിഴക്ക് ദിശയിലേക്ക് ഒഴുകിയിട്ട് എങ്ങോട്ട് പോകുന്നു? കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്ന് ചേരുന്നുണ്ട്. അപ്പം നമുക്ക് 4 നദികളാണ് നമ്മൾ പഠിച്ചത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി അല്ലെ. അതിനകത്ത് മഹാനദി ഉത്ഭവം എന്ന് പറയുന്നത് റായ്പൂരിലെ സിഹാവയിലാണ് അല്ലെ, ഛത്തീസ്ഗഡ്. മഹാനദിന്റെ ഒറിജിൻ എവിടെയാണ്? സിഹാവ ഇൻ റായ്പൂർ ആണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. അതിന്റെ മേജർ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോഷക നദികൾ, മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഇബ്ബർടെൽ. ഈ ചാർട്ട്, ഈ പോഷക നദികളുടെ ഈ ഒരു ചാർട്ട് പഠിച്ചിരിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇബ്ബർടെൽ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ
മഹാനദി റായ്പൂരിലെ സിഹാവയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇബ്ബ്, ടെല്ല് ആൻഡ് അതിന്റെ നദീതളം അല്ലെ, ഇബ്ബ്, ടെല്ലാണ് ഇതിന്റെ മേജർ ട്രിബ്യൂട്ടറീസ് ആൻഡ് അതിന്റെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ. ഈ മഹാനദീതടം അല്ലെ, മഹാനദിയുടെ നദീതടങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷയുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്. ഏതൊക്കെയാണ് നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്? ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷയുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്. ഓക്കെ, സോ ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് മധ്യപ്രദേശ്. ഇനി രണ്ടാമത്തെ നദി അതാണ് ഗോദാവരി നദി. അത് ഉദ്ഭവസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഗോദാവരി നാസിക് ഇൻ മഹാരാഷ്ട്ര, അതാണ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഗോദാവരിയുടെ മേജർ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. ഇന്ദ്രാവതി, ശബരി ഇമ്പോർട്ടന്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ദ്രാവതി, ശബരി, പ്രൺഹിത എന്നതാണ് ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികള്. സോ പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. ഓക്കെ, ഇനി അതിന്റെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഓക്കെ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നദിയാണ് കൃഷ്ണ നദി അല്ലെ. കൃഷ്ണ നദി ഉദ്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ. ഓക്കെ, നിങ്ങൾ ആലോചിച്ചാൽ മതി, കൃഷ്ണന് ഭയങ്കര മഹാബല എന്നൊക്കെ ആലോചിച്ചിട്ട് ഓർത്തു വെക്കുക. ഒറിജിനൽ ഉത്ഭവസ്ഥാനം എവിടെയാണ്? കൃഷ്ണ, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ ഇൻ മഹാരാഷ്ട്ര. ആൻഡ് ഇതിന്റെ പ്രധാന ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പോഷക നദികൾ ഇമ്പോർട്ടന്റ് ആണ്. കൃഷ്ണയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് തുംഗഭദ്ര, ഭീമ, കൊയ്ന. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പോഷക നദികള്, തുംഗഭദ്ര, ഭീമ, കൊയ്ന. ആൻഡ് അതിന്റെ പ്രധാനപ്പെട്ട നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുണ്ട്, കർണാടകമുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. ഇനി നാലാമത്തെ നദിയാണ് കാവേരി. കാവേരിയുടെ ഉദ്ഭവസ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മഗിരി കുന്നുകളാണ്. അതെവിടെയാണ് കാവേരിയുടെ ബ്രഹ്മഗിരി കുന്നുകൾ ഉള്ളത്? അത് കർണാടകത്തിലാണ്. ഓക്കെ, കർണാടകത്തിലാണ് ബ്രഹ്മഗിരി ഹിൽസ് ഇൻ കർണാടക. അതിന്റെ മേജർ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ അതിന്റെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് ഭവാനി, കബനി, അമരാവതി. ഇതാണ് ഭവാനി, കബനി, അമരാവതിയാണ്. ആൻഡ് അത് ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കർണാടകം, തമിഴ്നാട്, കേരളം. അപ്പം ഇതിനകത്ത് കാവേരി നദിയാണ് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ലെ. ബാക്കി ഒരു നദീതടം കേരളത്തിൽ വരുന്നില്ല, കാവേരിയാണ് കേരളം. അപ്പൊ നിങ്ങൾക്ക് കാവേരി കേരളത്തിലാണെന്ന് ഓർത്തു വെക്കുക, കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങളാ? മഹാനദി റായ്പൂരിലെ സിംഹാവ, ഇബ്ബ്, ടെല്ല്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്, പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ, തുംഗഭദ്ര, ഭീമ, കൊയ്ന, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. കാവേരി ബ്രഹ്മഗിരി കുന്നുകൾ, കബനി, ഭവാനി, അമരാവതി, കർണാടക, തമിഴ്നാട്, കേരളം. സെയിം ഇംഗ്ലീഷ് വേർഷൻ ആണ്. ആൻഡ് പെനിൻസുലാർ റിവേഴ്സിന്റെ ഒരു ചാർട്ടാണിത്, ഒരു ഡയഗ്രമാണിത്. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ആണ്. കാവേരി റിവറുകളെ പറ്റിയിട്ടുള്ള ഒരു ചാർട്ട്. ഓക്കെ, ഗോദാവരി ഈസ് ദ ലാർജസ്റ്റ് പെനിൻസുലാർ റിവേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ പഠിച്ചതിനകത്ത് ഗോദാവരിയാണ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ എന്ന് പറയുന്നത്. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. ഓക്കെ, ദിസ് റിവർ ഹാവിംഗ് 1465 അല്ലെ 1465 കിലോമീറ്റർ ലെങ്ത് ആൻഡ് 3.13 അല്ലെ 3.13 ലക്ഷം 3.13 lakh square kilometer catchment area is called ദക്ഷിൺ ഗംഗ. അപ്പം ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ,
ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. ഓക്കെ, സോ ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. 1645 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കുന്നു. Okay, rivers Krishna and Kaveri are the second and the third largest peninsular rivers. അപ്പൊ ഫസ്റ്റ് പൊസിഷനിലുള്ള പെനിൻസുലാർ റിവർ എന്ന് പറയുന്നത് ഗോദാവരിയാണ്. കൃഷ്ണ കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്ത് ഉള്ളത്. ഓക്കെ, ആൻഡ് പെനിൻസുലാർ റിവേഴ്സ് ആർ മോർ സീസണൽ ഇൻ ദിയർ ഫ്ലോ. പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത് വളരെ സീസണൽ ആണ്. ഉപദ്വീപീയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ്. The water flow decreases during summer. അതായത് വേനൽക്കാലത്ത് എന്ത് ചെയ്യും? നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യും. അപ്പൊ നന്നായിട്ട് മഴ ഈ പെനിൻസുലാർ റിവേഴ്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേനലാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറയും. നല്ല മഴയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മള് കാവേരി ഡിസ്പ്യൂട്ട്. There has been a long-standing dispute existing between the South Indian states of Karnataka and Tamil Nadu over the sharing of Kaveri river water. അപ്പം കാവേരി റിവർ വാട്ടർ എന്താണ്? നമ്മുടെ കർണാടകവും കാവേരി നദീജല തർക്കമാണ് നമ്മൾ പറയുന്നത്. കാവേരി നദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കം. ആര് തമ്മിലുള്ള തർക്കമാണ്? കർണാടകയും തമിഴ്നാടും തമ്മിൽ, അല്ലെ? നമ്മുടെ 2 അയൽ സംസ്ഥാനമാണ് തമിഴ്നാടും കർണാടകയും. അവർ തമ്മിൽ ഈ കാവേരി റിവറിനെ പറ്റിയിട്ടുള്ള ഒരു തർക്കം. ഓക്കെ, കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായിട്ട് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. The state of Karnataka argued that the pre-independence agreement 1924 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള വർഷമാണല്ലോ. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പം ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള 1924 on the sharing of river water should be declared invalid as it was more favorable to the Madras presidency. അപ്പം കർണാടക സംസ്ഥാനം എന്താണ് പറയുന്നത്? അതെ, 1924 ആ ഒരു എഗ്രിമെന്റ് പ്രകാരം അത് കൂടുതൽ മദ്രാസ് പ്രസിഡൻസി, അതായത് തമിഴ്നാട്ടിലുള്ള മദ്രാസ് പ്രസിഡൻസിക്ക് കുറച്ചും കൂടി ഫേവറബിൾ ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാർ ഏത് വർഷമാണ്? 1924. മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധ്യമാക്കണമെന്ന്, അല്ലെങ്കിൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനം ആവശ്യപ്പെടും. ഓക്കെ, അപ്പം 1924 സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യമാണ്. അത് അസാധുവാക്കണം. കാരണം ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം തമിഴ്നാടിന് അല്ലെങ്കിൽ മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഫേവറബിൾ ആയിട്ടുള്ളതാണെന്നാണ് കർണാടക വാദിക്കുന്നത്. തമിഴ്നാട് എങ്ങനെയാ പറയുന്നത്? അക്കോർഡിംഗ് ടു തമിഴ്നാടു, ചേഞ്ചസ് ഇൻ ദ ഏർലിയർ അഗ്രിമെന്റ് വുഡ് അഫക്ട് മില്യൺസ് ഓഫ് ഫാമേഴ്സ് ഇൻ തമിഴ്നാട്. പക്ഷെ അവർക്ക് വേണ്ടത് 1924 എഗ്രിമെന്റ് തന്നെയാണ്. കാരണം മുൻകരാറിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കും. അതായത് ഈ കാവേരി നദീജലം ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാര് കൃഷി ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടില്. അപ്പം ഈ ഒരു എഗ്രിമെന്റിൽ ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെ, അത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ളതാണ്, അത് മാറ്റണം എന്നാണ് കർണാടക പറയുന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ അത് മാറ്റിക്കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ജലക്ഷാമം നേരിടാനുള്ള സാധ്യതയുണ്ടെന്നാണ് തമിഴ്നാട് ഗവൺമെന്റ് പറയുന്നത്. And the central government appointed a tribunal in 1990. 1990 എന്ത് ചെയ്തു? ടു സ്റ്റഡി ദ കേസ്. പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 1990 ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ അവര് 2007 and the final verdict issued in 2007, an agreement was arrived at regarding the sharing of Kaveri water. 1990 നിയമിച്ചിട്ട് 17ാമത്തെ വർഷം, അല്ലെ, 2007 പുറത്തു വന്ന അന്തിമ വിധിയിൽ എന്താണ് പറയുന്നത്? കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണ ഉണ്ടാക്കുകയും ചെയ്തു. എന്ത് ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കിക്കേ.
Accordingly, it was decided to give 419 TMC. 419 TMC water to Tamil Nadu, 270 TMC water to Karnataka, 30 TMC water to Kerala, and 7 TMC jalam, 7 TMC water to Puducherry Union Territory. ഓക്കെ, അപ്പം ഇതാണ് 2007 വന്നിട്ടുള്ള എഗ്രിമെന്റിൽ പറയുന്നത്. എന്താണ്? ഒരു DMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1000 ദശലക്ഷ ക്യൂബിക് അടിയാണ് കേട്ടോ. 1 TMC ഈക്വൽ ടു 1000 മില്യൺ ക്യൂബിക് ഫീറ്റ് ആണ്. അപ്പം പ്രതിവർഷം ഒരു വർഷത്തില് 419 TMC ജലം തമിഴ്നാടിന് കൊടുക്കണം. അതായത് കുറച്ച് കൂടിയ എമൗണ്ട്. 270 TMC കർണാടകത്തിന് കൊടുക്കണം. 30 TMC ജലം കേരളത്തിന് കൊടുക്കണം. 7 TMC ജലം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശം, അതൊരു യൂണിയൻ ടെറിട്ടറിയാണ് പുതുച്ചേരി, അവിടേക്ക് കൊടുക്കണം എന്ന തരത്തിലാണ് ആ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ഓക്കെ, ദ ഡിസ്പ്യൂട്ട് ഈസ് നോട്ട് സെറ്റിൽഡ് യെസ്. ആ പ്രശ്നം ഇപ്പോഴും തർക്കം ഇനിയും തീർന്നിട്ടില്ല. And the reconsideration petitions of the states are still pending before the court. അപ്പം സംസ്ഥാനങ്ങളുടെ പുനരാലോചനാ ഹർജി ഒന്നും കൂടെ ആ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ് ആ ഒരു എഗ്രിമെന്റിൽ കുറച്ച് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പുനഃപരിശോധിക്കണം എന്നുള്ള ആ എഗ്രിമെന്റ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ് പറയുന്നത്. അതാണ് കാവേരി നദീജല തർക്കം അല്ലെങ്കിൽ കാവേരി ഡിസ്പ്യൂട്ട്. ഓക്കെ, അത് മെയിൻ ആയിട്ട് കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള ഒരു തർക്കമാണ്. ഓക്കെ, നെക്സ്റ്റ് പെരിനിയൽ കാവേരി, വറ്റാതെ കാവേരി, പെരിനിയൽ കാവേരി. As compared to other peninsular rivers, the water flow in river Kaveri does not experience any significant decrease in flow throughout the year. This is due to the fact that the catchment area receives southwest monsoon rains during summer and northeast monsoon rains in winter. എന്താണ്? ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകാറില്ല. അപ്പം ചില സ്ഥലങ്ങളിൽ ഉപദ്വീപിയൻ നദികളിൽ എന്താണ്? നല്ല വരൾച്ച ഉണ്ടാകുമ്പോൾ എന്തായി പോവും? വെള്ളം ഒട്ടും ഇല്ലാണ്ടായി പോവും. അതുപോലെ തന്നെ നല്ല മഴയുള്ള സമയത്ത് നന്നായിട്ട് നിറഞ്ഞൊഴുകുകയും ചെയ്യും അല്ലെ. പക്ഷെ കാവേരി നദിയിൽ എന്താ സംഭവിക്കുന്നത്? വർഷം മുഴുവൻ നീരൊഴുക്കിൽ ഒരു വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൂടുള്ള കാലത്ത്, ഉഷ്ണകാലത്താണെങ്കിൽ ഈ നദിയുടെ വൃഷ്ടി പ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ കിട്ടും. ഇനി ശൈത്യകാലത്താണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും കിട്ടും. അപ്പം അത് കാരണം 2 മഴയും കിട്ടുന്നുണ്ട്. അപ്പം അവിടെ വർഷം മുഴുവൻ എന്തായിരിക്കും? വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു നീരൊഴുക്ക് പെരിനിയൽ കാവേരി വറ്റാതെ കാവേരി എപ്പോഴും ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും നേരം എങ്ങോട്ടേക്ക് ഒഴുകുന്ന നദീനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ഈസ്റ്റ് ഫ്ലോയിങ്, കിഴക്കോട്ടേക്ക് ഒഴുകുന്ന പെനിൻസുലാർ റിവേഴ്സ്, അതായത് ആദ്യത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആദ്യത്തെ ടൈപ്പ് കിഴക്കോട്ട് ഒഴുകുന്ന, അതായത് ബംഗാൾ ഉൾക്കടലിലേക്ക് ചേരുന്ന ഉപദ്വീപീയ നദികളെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ദ പെനിൻസുലാർ റിവേഴ്സ് ഫ്ലോയിങ് വെസ്റ്റ്വാർഡ്സ് ഇൻ ടു ദി അറേബ്യൻ സീ, പടിഞ്ഞാറോട്ടേക്ക് ഒഴുകിയിട്ട് അറബിക്കടലിൽ പോയിട്ട് വീഴുന്ന അല്ലെങ്കിൽ പതിക്കുന്ന നദികളെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി പെനിൻസുലാർ റിവേഴ്സ് എക്സെപ്റ്റ് നർമ്മദ ആൻഡ് താപ്തി, നർമ്മദയും താപ്തിയും ഒഴികെ, നർമ്മദ താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ originate from the western slopes of western ghats. എവിടുന്നാണ്? പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന നദികൾ ഏറെയും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ ഉത്ഭവിച്ചിട്ട് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ, പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ ഉത്ഭവിച്ചിട്ട് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നതാണ്. അപ്പം പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചരിവിൽ ഉത്ഭവിച്ചിട്ട് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ നേരെ പോയിട്ട് അറബിക്കടലിൽ വീഴുന്ന നദികളാണ് മോസ്റ്റ് ഓഫ് ദ റിവേഴ്സും എക്സെപ്റ്റ് ഏതാണ്? നർമ്മദ ആൻഡ് താപ്തി. ഓക്കെ, ഒറിജിനേറ്റ് ഫ്രം ദ വെസ്റ്റേൺ സ്ലോപ്സ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട്സ് and swiftly flow into the Arabian Sea.
Arabian Sea through the western coastal plain. Rivers Narmada and Tapti originates from the uplands in the central highlands. ബാക്കിയെല്ലാം പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറുന്നാണ് ഉത്ഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നർമ്മദയും താപ്തിയും എവിടെ നിന്നാണ്? നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യോന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ അല്ലെ, സെൻട്രൽ ഹൈലാൻഡ്സ് നമ്മൾ കണ്ടു ആദ്യം അല്ലെ, ആ സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. ബാക്കിയെല്ലാം വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മാത്രം സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ഉയർന്ന പ്ലെയിനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. Steep valleys carved in marble rocks, Dhuandhar waterfalls near Jabalpur and Sardar Sarovar multi-purpose river valley project make Narmada stand tall above others. അപ്പം മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതി അല്ലെ, മൾട്ടിപർപ്പസ് പ്രോജക്ട് നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നു. അപ്പൊ നർമ്മദ നദിയുടെ പെക്യുലാരിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിയേ, നർമ്മദയും താപ്തിയും എങ്ങനെയാണ് ഒഴുകുന്നത് നോക്കിയേ. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് അമർഖണ്ഡക്, മധ്യപ്രദേശിലുള്ള അമർഖണ്ഡക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉദ്ഭവിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ്, പോഷക നദികളുടെ പേരും ഉദ്ഭവസ്ഥാനവും നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അമർഖണ്ഡക്, ഹിരൺ, ബഞ്ചാർ അല്ലെ, ഹിരണും ബഞ്ചാറും, ഹിരൺ ആൻഡ് ബഞ്ചാർ ആണ് നർമ്മദയുടെ പ്രധാന പോഷക നദികൾ വരുന്നത് അല്ലെ. അമർകണ്ടക് ഇൻ മധ്യപ്രദേശ്, ഹിരൺ, ബഞ്ചാർ ആണ് മേജർ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ആൻഡ് നദീതരം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. നർമ്മദ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പം അമർഖണ്ഡക്, ഹിരൺ, ബഞ്ചാർ. ഇനി രണ്ടാമത്തെ നദിയാണ് താപ്തി, മുൾത്തായ് എന്ന് പറയുന്നത്. താപ്തി, മുൾത്തായ് അങ്ങനെ പ്രാസോപ്പിച്ച് പഠിക്കാം. താപ്തി, മുൾത്തായ് മധ്യപ്രദേശ് ആണ്. പൂർണ, ഗിർണ, സിമ്പിൾ അല്ലെ, പൂർണ, ഗിർണ. താപ്തി, മുൾത്തായ്, പൂർണ, ഗിർണ, അങ്ങനെ ആലോചിച്ചിട്ട് പോഷക നദികളുടെ പേര് പഠിക്കുക. സോ മുൾത്തായ്, പൂർണ, ഗിർണ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ് നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ വരുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. സോ അമർകണ്ടക്കും മുൾത്തായും ഹിരൺ ബഞ്ചാറും പൂർണ, ഗിർണയും നിങ്ങൾ നർമ്മദ താപ്തി റിവർ ഓർത്തു വെക്കുക. അപ്പൊ നെക്സ്റ്റ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതൊരു മൂവ്മെന്റ് ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ വാസ് എ സ്ട്രോങ് പബ്ലിക് റെസിസ്റ്റൻസ് അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പബ്ലിക് റെസിസ്റ്റൻസ് ആയിരുന്നു അഗൈൻസ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ലാർജ് റിസർവോയേഴ്സ് ഓൺ റിവർ നർമ്മദ. ഓക്കെ, നർമ്മദ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ അല്ലെ, വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ജലസംഭരണികളൊക്കെ നിർമ്മിക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ആൻഡ് this was ignited by the concern that a number of large and small dams, including the Sardar Sarovar and Narmada, would cause harm to the environment and lead to the displacement of people. അപ്പം ഈ നർമ്മദ നദിയിൽ വലിയൊരു ജലസംഭരണി നിർമ്മിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ആൾക്കാർ വലിയൊരു രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നത്? ഇത്തരത്തില് ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കൽ അല്ലെ, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ജലസംഭരണി എന്താണെന്ന് വെച്ചാൽ അത് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി പാർക്കേണ്ടി വരും അല്ലെ, അവർക്ക് അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പം ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെയാണ് ഇവർ പ്രക്ഷോഭം ആരംഭിച്ചത്. അതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, ദിസ് agitation
was jointly led by the local tribal communities, farmers, environmentalists, and human rights activists. The abeyance of construction activities of this project from 1994 to 1999 and the withdrawal of investors including the World Bank also a rethinking on this project may be considered as the outcome of this movement. ഓക്കെ, അപ്പം നർമ്മദ ബച്ചാവോ ആന്തോളന്റെ ഔട്ട്കം എന്താണ്? ഔട്ട്കം എന്താണ് കിട്ടിയിട്ടുള്ളത്? തദ്ദേശീയരായിട്ടുള്ള ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അല്ലെ, എല്ലാ ആൾക്കാരും അല്ലെ, ഭയങ്കരമായിട്ടുള്ള ഒരു ജനകീയ പ്രതിഷേധം. അതിനകത്ത് പരിസ്ഥിതി സംരക്ഷകര്, അതുപോലെ തന്നെ എന്താണ് ജനങ്ങള്, ആദിവാസികള്, തദ്ദേശീയരായിട്ടുള്ള അവിടെ താമസിക്കുന്ന ആൾക്കാര്, മനുഷ്യാവകാശ പ്രവർത്തകർ എല്ലാവരും ഈ പ്രക്ഷോഭത്തിൽ കൈകോർത്തു. 1994 മുതൽ 1999 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും അല്ലെ, 1900 ഇങ്ങനെ ഇവര് ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ച സമയത്ത് 1994 മുതൽ 99 വരെ അറൗണ്ട് ഒരു 5 വർഷത്തോളം എന്ത് ചെയ്തു? ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോക ബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും അല്ലെ. വേൾഡ് ബാങ്ക് ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യാൻ പറ്റി. പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള പുനർചിന്തനം വീണ്ടും അവര് ഇതിനു വേണ്ടിയിട്ട് അതോറിറ്റീസ് വീണ്ടും ഒന്ന് റീതിങ്ക് ചെയ്യാണ്. ഈ ഒരു പ്രൊജക്ട് നമ്മൾ നടത്തണോ വേണ്ടയോ എന്നൊന്ന് റീതിങ്ക് ചെയ്യിപ്പിക്കാനൊക്കെ ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളാണ് അല്ലെ. ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അല്ലെ. ഇങ്ങനത്തെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്താല് ഒരുപാട് ആൾക്കാർ മാറ്റി താമസിക്കേണ്ടി വരും, ഞങ്ങൾക്ക് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെ, സമൂഹത്തിനും പരിസ്ഥിതിക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നർമ്മദ റിവറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞിട്ടൊരു ജനകീയ മൂവ്മെന്റ് വരികയാണ്. സോ ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇത്രയുമാണ് അതിന്റെ ഔട്ട്കം അല്ലെ. ആൻഡ് മൂന്നാമത്തെ ടൈപ്പ് അല്ലെ, നമ്മൾ 2 തരത്തില്, ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ പോകുന്ന നദികളെ പറ്റി പഠിച്ചു, അറബിക്കടലിലേക്ക് പോകുന്ന നദികളെ പഠിച്ചു. മൂന്നാമത്തെ ടൈപ്പ് ഏതായിരുന്നു? ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ അല്ലെ, പെനിൻസുലാർ റിവേഴ്സ് ജോയിനിങ് റിവർ ഗംഗ അല്ലെ. നോർത്തിലേക്ക് ഒഴുകിയിട്ട് മൂന്നാമത്തെ എന്തായിരുന്നു? ഗംഗയിലേക്ക് പോയി പതിക്കും അല്ലെ. അപ്പൊ നമ്മള് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നത് പറഞ്ഞു, അറബിക്കടലിൽ പതിക്കുന്നത് പറഞ്ഞു, ഇനി ഗംഗയിലേക്ക് പോകും അല്ലെ. സോ പെനിൻസുലാർ റിവേഴ്സ് ആർ ബീയിങ് harnessed in many ways to promote irrigation, power generation and tourism. ജലസേചനം, ഊർജോൽപാദനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലയിൽ ഉപദ്വീപീയ നദികളെ നാം ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷന്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ള കാര്യങ്ങള് പെനിൻസുലാർ റിവേഴ്സിനെ പറ്റി തന്നെയായിരുന്നു അല്ലെ. റിവേഴ്സിന്റെ ഫ്ലോ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്താണ്? പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികൾ, അറബിക്കടലിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ കിഴക്കോട്ടേക്ക് ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ വടക്കോട്ട് ഗംഗയിൽ പോയിട്ട് പതിക്കുന്ന റിവറുകൾ. സോ ചാപ്റ്ററിന്റെ ബാക്കി സെഷൻ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.